പണ്ട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഹിന്ദു കുടുംബങ്ങളിലും മച്ചിൽ ആരാധിക്കപ്പെട്ടിരുന്ന ഭഗവതി ഉണ്ടായിരുന്നു. ആ കുടുംബത്തിന്റെ കാവലായി നിലകൊണ്ടിരുന്നവൾ. ആ വീടിനും അവിടുത്തെ മക്കൾക്കും അവൾ എല്ലാം നൽകിപ്പോന്നു. ധനം, ഐശ്വര്യം, ആരോഗ്യം, ആയുസ്, സത്പുത്രന്മാർ എല്ലാം. പകരമായി കുലദേവത ആഗ്രഹിച്ചത് അവരുടെ ഒരു പിടി നൈവേദ്യച്ചോറും എണ്ണവിളക്കും മാത്രം. പക്ഷേ തലമുറകൾ മാറി വന്നു. അളവറ്റ സൗഭാഗ്യങ്ങൾ കണ്ട് മത്ത് പിടിച്ചപ്പോൾ ചില കാരണവന്മാർക്ക് പഴമയോട് പുച്ഛം തോന്നി തുടങ്ങി. അവർക്ക് അറയും പുരയുമുള്ള വീട് പഴഞ്ചനായി മാറി. എന്തിനും ലാഭം മാത്രം സ്വപ്നം കണ്ടു ജീവിച്ചു തുടങ്ങി. ആ ഓട്ടപ്പാച്ചിലിനിടയിൽ അവർ മച്ചിലെ ഭഗവതിക്കുള്ള അന്നം മറന്നു, കെടാവിളക്ക് മറന്നു. പഴയ തറവാടിന് പകരം പുതിയ മാർബിൾ കെട്ടിടം വന്നപ്പോൾ കുലദേവതയുടെ ഇരിപ്പിടം പോലും അവർക്ക് ബാധ്യതയും അന്ധവിശ്വാസവുമായി മാറി. കുലദേവതയെയും പീഠത്തെയും പിഴുതെടുത്ത് ഭൂമിക്കടിയിൽ എവിടെയോ അവർ ഉപേക്ഷിച്ചു. ഫലമോ? പിന്നാലെ വന്ന മക്കൾക്കും കൊച്ചുമക്കൾക്കും നിത്യദുരിതം, ദാരിദ്ര്യം, മഹാരോഗങ്ങൾ, കുടുംബങ്ങളിലെ അകാല മരണം, സന്താനങ്ങൾ പിറക്കാതെയായി. ഭൂമി അന്യാധീനപ്പെട്ടുപോയി. ഒടുവിൽ ശാസ്ത്രം അതിന്റെ പൂർണ്ണ വളർച്ചയിൽ എത്തിയെന്ന് അവകാശപ്പെടുന്ന 21-ാം നൂറ്റാണ്ടിലും അതേ കുടുംബങ്ങളുടെ ഇളം തലമുറ മനസമാധാനം തേടിയുള്ള യാത്രയിലാണ്. എന്നാൽ ആ സമാധാനം അവർക്ക് ലഭിക്കുക ആകാശമുട്ടെ വളർന്നു നിൽക്കുന്ന സ്കൈലൈൻ അപ്പാർട്ട്മെന്റ്സിൽ അല്ല, മണ്ണിനടിയിലാണ്. അവിടെ എവിടെയോ അവളുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ ഒരു പിടിച്ചോറും ഒരു നറുതിരി ദീപവും പ്രതീക്ഷിച്ച് കാത്തിരിപ്പുണ്ട്. മച്ചിലെ ഭഗവതി, നിങ്ങളുടെ കുലദേവത. പെറ്റമ്മയെയും കുലദേവതയും ഒരിക്കലും മറക്കരുത്.